ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 6 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത്. ഇതോടൊപ്പം ഒഡീഷയിലെ 42 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 6ാം ഘട്ട ജനവിധി 58 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഫേസുകളിലേക്ക് നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്നത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ ഹരിയാനയിലാകെയുള്ള 10ൽ 10 മണ്ഡലങ്ങളും ഇന്നിപ്പോൾ വിധി എഴുതുന്നു എന്നത് തന്നെയാണ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഞാനിപ്പോൾ നിൽക്കുന്നത് ജൻപത്തിലുള്ള ഫ്രീ മസൂൺ ഹാളിന് മുന്നിലാണ്. ഇവിടെയാണ് ഈ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ബൻസൂരി സ്വരാജ് ഇന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ബൻസൂരി ഇവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണിക്ക് ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചതേ ഉള്ളൂ. BJP നേതാക്കൾ അറിയിച്ചത് 7 മണിക്ക് തന്നെ ബൻസൂരി ഇവിടെ എത്തി ആദ്യ വോട്ടർമാരായി തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, BJPയുടെ മുതിർന്ന നേതാവ് സുഷമ സ്വരാജിൻ്റെ മകളാണ് ബൻസൂരി സ്വരാജ് എന്നത് മറ്റൊരു സവിശേഷതയാണ്. സുഷമ സ്വരാജ് മുൻപ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവായും അതോടൊപ്പം തന്നെ 1ാം നരേന്ദ്രമോദി സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായും ഒക്കെ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അങ്ങനെയുള്ള സുഷമ സ്വരാജിൻ്റെ മകളെ തന്നെയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആം ആദ്മി പാർട്ടിയുടെ സോമനാഥ് ഭാരതിയാണ് ഇന്നിപ്പോൾ ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ BJPക്കെതിരെ ആം ആദ്മി പാർട്ടി കളത്തിലിറക്കിയിട്ടുള്ളത്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് ശക്തമായ മത്സരം നടക്കുന്നു. നമുക്കറിയാം, അടുത്തിടെയാണ് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ജയിലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ജാമ്യത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഡൽഹി മദ്യനയ അഴിമതി ഉൾപ്പെടെ കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP ഡൽഹിയിൽ വലിയ പ്രചരണം AAPക്കെതിരെ നടത്തിയത്. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആവർത്തനമാണ് AAP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. 2014ലും 2019ലും രാജ്യ തലസ്ഥാനത്തെ 7 സീറ്റുകളും നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ട് ഡൽഹി ജനത BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. അതിനാൽ ഈ തവണയും 7 സീറ്റുകളും പിടിക്കുക എന്ന ലക്ഷ്യം BJPയെ സംബന്ധിച്ചുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ന്യൂഡൽഹി മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2014ലും 2019ലും മീനാക്ഷി ലേഖിയാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. മീനാക്ഷി ലേഖി ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിൽ അംഗം കൂടിയാണ്. കേന്ദ്ര വിദേശകാര്യ സാംസ്കാരിക വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് മീനാക്ഷി. കഴിഞ്ഞ വർഷം 2.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2019ൽ മീനാക്ഷി ലേഖി ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൻസൂരി സ്വരാജ് അല്പസമയത്തിനകം ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ ബൻസൂരി സ്വരാജ് ന്യൂഡൽഹി മണ്ഡലത്തിലെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും സുഷമ സ്വരാജിന്റെ മകളുമായ ബൻസൂരി ഇപ്പോൾ മണ്ഡലത്തിലേക്ക് നമുക്ക് കാണാൻ ശ്രമിക്കുന്നത്. ഈ വാഹനത്തിൽ ബൻസൂരി സ്വരാജ് ഈ വാഹനത്തിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ബൻസൂരി പുറത്തേക്കെത്തി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വാഹനത്തിൽ നിന്ന് പുറത്തേക്കെത്തി ബൻസൂരി സ്വരാജ് വോട്ട് ചെയ്യുന്നതിനായി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. भी बंसुरी स्वराज यहाँ पर पहुँची हैं। ഇപ്പോൾ ഇതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് ഇപ്പോൾ ഞങ്ങളോട് വ്യക്തമാക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.5 ലക്ഷം വോട്ടുകൾക്കാണ് മീനാക്ഷി ലേഖി ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 2014ലും മീനാക്ഷി ലേഖി ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയിരുന്നു. ഇത്തവണ ബൻസൂരി സ്വരാജിനെ രംഗത്തിറക്കിക്കൊണ്ട് വീണ്ടും ആ വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് BJPയെ സംബന്ധിച്ച് ഉള്ളത്. ലാൽകൃഷ്ണ അഡ്വാനിയെ പോലെയുള്ള BJPയുടെ സ്ഥാപക നേതാക്കൾ വിജയിച്ചിട്ടുള്ള ഒരു ലോക്സഭാ സീറ്റ് കൂടിയാണ് ന്യൂഡൽഹി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. 1977ലും 1980ലും AB വാജ്പേയി ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി
ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നു. ഇന്ന് ജനസംഘം ജനതാ പാർട്ടി ലയിച്ച സാഹചര്യമാണ്. 1989-ലും 1991-ലും ലാൽകൃഷ്ണ അഡ്വാനി मानते हैं सबसे पहले हम वोट कास्ट करें तो यहाँ पहुंचे हैं और കേന്ദ്രം എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഇടയ്ക്ക് 2000 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത്. ഇതോടൊപ്പം ഒഡീഷയിലെ 42 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കുകയാണ്. ജനവിധി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലടക്കം രാജ്യ തലസ്ഥാനത്തടക്കം വലിയ മുന്നേറ്റം തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായും ഒരു ഉറച്ച വിജയം, അതും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം തന്നെയാണ് എല്ലായിടത്തും BJP ഇന്ത്യയെ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. വലിയ സ്വീകാര്യത തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം സ്ഥാനാർത്ഥികൾക്കൊക്കെയും ലഭിച്ചത്. ഗൗതം തുടരുകയാണ്. ഗൗതം, പറഞ്ഞതുപോലെ തന്നെ മൻസൂരി സ്വരാജ് ജനവിധി വോട്ട് രേഖപ്പെടുത്താൻ അവിടെ എത്തിക്കഴിഞ്ഞു. വോട്ട് ചെയ്ത് വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഒപ്പം ഗൗരവ് പറഞ്ഞതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്തടക്കം വലിയ മുന്നേറ്റം BJP ലക്ഷ്യം വെക്കുന്നു. അത്തരത്തിലുള്ള വിജയം ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. ഒപ്പം മറ്റ് മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം ഇന്ന് ജനവിധി, ഒഡീഷയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും മുന്നണികളുടെ പ്രതീക്ഷകളും ഒരു തരത്തിലാണ്. കെ പി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയോട് ചേർത്ത് കിടക്കുന്ന ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിലും ഇന്നിപ്പോൾ പോളിംഗ് നടക്കുകയാണ്. ഒപ്പം ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ 1ാം ഘട്ടം മുതൽ 7ാം ഘട്ടം വരെ എല്ലാ ഫേസിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഉത്തർപ്രദേശിൽ ഈ ഫേസിൽ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം സുൽത്താൻപൂർ ആണ്. മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ മനേകാ ഗാന്ധി അവിടെ ജനവിധി തേടുന്നുണ്ട്. ഇന്നിപ്പോൾ UP യിലെ 14 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു VIP മണ്ഡലമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് സുൽത്താൻപൂർ തന്നെയാണ്. സുൽത്താൻപൂർ പല ഘട്ടങ്ങളിൽ മുൻപ് വരുൺ ഗാന്ധി പ്രതിനിധീകരിച്ചിട്ടുള്ള മണ്ഡലമാണ്. എന്നാൽ 2014 വരുൺ ഗാന്ധി ഈ സുൽത്താൻപൂരിൽ നിന്ന് വിജയിച്ചു. പക്ഷേ 19 ആകുമ്പോൾ മേനകാ ഗാന്ധിയെ ഇവിടേക്ക് കൊണ്ടുവരികയും പീലിഭത്തിലേക്ക് വരുൺ മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനകം തന്നെ വലിയ ആത്മവിശ്വാസം അവർ BJP ക്യാമ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് 5ാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചത് കേവല ഭൂരിപക്ഷവും മറികടന്ന് BJP ഏതാണ്ട് 300-ന് മുകളിലേക്ക് സീറ്റുകളിൽ ഇതിനകം തന്നെ വിജയിച്ച് കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയത്. അതായത് BJP ക്യാമ്പ് സൂചിപ്പിക്കുന്നത് ഇതിനകം തന്നെ 272 എന്ന നമ്പർ, നമുക്കറിയാം 543 അംഗ ലോക്സഭയിൽ 272 അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2014-ൽ 282-ഉം 2019-ൽ 303-ഉം സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. BJP ക്യാമ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനകം തന്നെ ഈ 6ാം ഘട്ടം തുടങ്ങുന്നതിന് മുൻപ്, 5ാമത്തെ ഫേസ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ BJP 272 എന്ന നമ്പർ കടന്ന് 300-ന് മുകളിലേക്ക് 300 ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന വലിയ ആത്മവിശ്വാസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭരണ തുടർച്ച എന്നത് സംബന്ധിച്ച് BJPക്ക് ഒരു തരത്തിലും ഉള്ള സംശയങ്ങളില്ല. മറിച്ച് 350-ന് മുകളിലേക്ക് എത്തിക്കൊണ്ട് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ലോക്സഭയിൽ തന്നെ വിശേഷിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 370 എന്ന നമ്പറിലേക്ക് എത്തും, NDA 400 കടക്കും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ആ ഒരു 400 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് BJP എത്തുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തായാലും ഇന്നിപ്പോൾ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അവസാന ഫേസിൻ്റെ പ്രചരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസം 1-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ തട്ടകമായ ഗോരഖ്പൂർ ഒക്കെ അടങ്ങുന്ന പൂർവാഞ്ചൽ ബെൽറ്റിലും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും ഒക്കെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനാൽ 6ാം ഘട്ട പോളിംഗ് ഇന്നിപ്പോൾ നടക്കുമ്പോൾ തന്നെ 7ാം ഘട്ടത്തിൻ്റെ പ്രചരണവും ശക്തമായി തുടരുകയാണ്. KP ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. ഡൽഹി ദിനം ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ.